മറ്റുള്ള ആൾക്കാർ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ജഡ്ജ് ചെയ്യുമെന്ന് പലർക്കും പേടിയാണ്. അപ്പോൾ നമ്മൾ അതിന്റെ വിശദാംശങ്ങൾ ചോദിക്കുമ്പോൾ ക്ലിനിക്കലി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പല ആൾക്കാരും അവരുടെ ബോഡി ലാംഗ്വേജിനെ പറ്റി കോൺഫിഡന്റ് അല്ല. മറ്റുള്ളവർ അവരുടെ കൈയുടെ മൂവ്മെന്റ്സിനെ, നോട്ടത്തിനെ, അല്ലെങ്കിൽ അവരുടെ സംസാര രീതിനെ എങ്ങനെയൊക്കെ ജഡ്ജ് ചെയ്യും, അവർ തെറ്റിദ്ധരിക്കപ്പെടുമോ എന്നൊക്കെയുള്ള ഫിയർ കൊണ്ട് പലരും പല കമ്മ്യൂണിക്കേഷനും ഇനിഷ്യേറ്റ് പോലും ചെയ്യാറില്ല. പക്ഷെ ഇതൊക്കെ അവരുടെ വർക്ക് പ്ലേസിലും അല്ലെങ്കിൽ സ്റ്റുഡന്റ് ലൈഫിലും അല്ലെങ്കിൽ ജീവിതത്തിലും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചേക്കാം. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ പോസ്ചർ. രണ്ട് കാലിലും ഈക്വലി വെയിറ്റ് കൊടുത്ത് നിൽക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഇങ്ങനെ ഒരു സ്വേ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ഒരു കാലിൽ വെയിറ്റ് കൊടുത്തിട്ട് മറ്റേ കാല് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഉള്ള ഒരു പൊസിഷൻ അസ്യൂം ചെയ്യാം. ഷോൾഡർ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ഹഞ്ച് ബാക്ക്ഡ് ആയിട്ട് നടക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഫേസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ കൈകൾ എന്ത് ചെയ്യണമെന്ന് പലർക്കും അറിയാറില്ല. ഇപ്പോൾ പോക്കറ്റിൽ വെക്കുകയോ അല്ലെങ്കിൽ അത് കൈ പുറത്തേക്ക് കാണിക്കാതിരിക്കുകയോ ചെയ്യുന്ന ഒരു ലെസ് കോൺഫിഡൻറ്റ് പോസ്ചർ അസ്യൂം ചെയ്യരുത്. അതുപോലെ തന്നെ കൈകൾ ഇങ്ങനെ പരസ്പരം കൂട്ടിത്തിരുമ, അതായത് റിങ്ങിങ് ബിഹേവിയർ എന്ന് പറയും, അല്ലെങ്കിൽ കയ്യിൽ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഓൾവേസ് മേക്ക് ഐ കോണ്ടാക്ട് വിത്ത് പീപ്പിൾ വൈൽ യു ടോക്ക് ടു ദം. മറ്റേയാൾക്ക് കേൾക്കാൻ ആവശ്യമുള്ള അല്ലെങ്കിൽ പാകത്തിനുള്ള ഒരു വോള്യൂം നമ്മുടെ സംസാരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അവർക്ക് കേൾക്കാൻ പറ്റാണ്ട് എന്ന് അവർക്ക് ചോദിക്കേണ്ടതായിട്ട് വരും. അതുപോലെ എന്തെങ്കിലും പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. കാര്യം ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നൊക്കെ ഇങ്ങനെ അവർ തിങ്ക് ചെയ്യാണ്. ആക്ച്വലി കണ്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ അത് അരോചകമായിട്ട് തോന്നിയേക്കാം. ഓൾ ഇറ്റ് ഈസ് ദ കണ്ടന്റ്. അപ്പൊ നമുക്ക് പറയാൻ കാര്യങ്ങൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ കൂടുതൽ ആളുകളോട് സംസാരിക്കുകയും പുസ്തകങ്ങൾ വായിക്കുകയും പരമാവധി അറിവ് നേടാനായിട്ട് ശ്രമിക്കുകയും ചെയ്യണം. അപ്പോൾ പിന്നെ നമുക്ക് ഈ കണ്ടന്റിനെ പറ്റി എന്ത് പറയും, എനിക്ക് പറയാൻ വിഷയം കിട്ടിയില്ലെങ്കിലോ എന്നുള്ള ഒരു സംശയവും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല.